ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന 400 വർഷം മുമ്പ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. ആ സ്ത്രീ ബ്രാഹ്മണരെ പോലെ സംസാരിക്കും. അവര് സംസാരിക്കാറുണ്ട്, അവരുടെ മകളും. ബ്രഹ്മരക്ഷസ് അവരിലൂടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കരിങ്കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ താനേ ബെല്ലടിക്കും, കോളിംഗ് ബെല്ലടിക്കും. രാത്രി എഴുന്നേറ്റിട്ട് നിങ്ങൾ വാഷ്റൂമിൽ പോകൂ എന്ന് പറയുക. അത് വൃത്തിയായിട്ട ലാംഗ്വേജിലാണ്. ഞാൻ ആ ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കാത്ത. കണ്ണുകൾ മറഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന്. മേലോട്ട് ഞാൻ ബ്രഹ്മരക്ഷസാണ്. പിന്നെ ഇവരുടെ ശബ്ദം, മുഖത്തിന്റെ ഭാഗങ്ങളൊക്കെ പലതും ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങി. കവിളിന്റെ ഈ ഭാഗം, കവിളിന്റെ ഈ കീഴ്ത്താടി ഒക്കെ തന്നെ ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ പശ വെച്ച് ഒട്ടിച്ച പോലെയാണ് പിന്നീട് ഇവരെ ചുണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരിങ്കുട്ടിച്ചാത്തനാണ്. ഇവളുടെ ചെരുപ്പിനടിയിൽ മണ്ണ് പോലും എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. ആര്? അവരുടെ തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ റിവേഴ്സ് എടുക്കുമ്പോൾ ഇവർ വണ്ടിയുടെ അടിയിൽ പോകാൻ പോയി. ഇവരുടെ കുടുംബം നശിപ്പിക്കുക, ഇവരുടെ വംശപരമ്പരയെ നശിപ്പിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. വിനോദ് സാർ, നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളുടെ അനുഭവ കഥകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലതും വളരെ അത്ഭുതകരമായിട്ടാണ് ഞാനാണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും പലപ്പോഴും നോക്കിക്കാണാറുള്ളത്. അത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും രാഹുലിനോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മൾക്കൊരു പ്രേക്ഷകരുണ്ട്, അവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വളരെ അത്ഭുതകരമായ എന്നാൽ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളാണ്. ഈ അടുത്തിടയ്ക്ക്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തു. ആരാണ് എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവരുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അവരുടെ കുടുംബത്തിന് തന്നെ ഒരു വലിയ ഉപദ്രവമുണ്ട്. അത് മാറാനായിട്ട് എന്തെങ്കിലും സാറിന് ഗുണം ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ അമ്മയെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞിട്ട് US ചെയ്യുന്ന ഒരു ലേഡിയാണ് എൻ്റെ അടുത്ത് വിളിക്കുന്നത്. ഞാൻ ഓക്കെ പറഞ്ഞു. അവർക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡിസംബർ 24-ാം തീയതിയാണ്. അങ്ങനെ ആ ഡേറ്റിൽ അവർ വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ അവരും മകളും മകനും ഓൺലൈനിലായിട്ട് 2 രാജ്യങ്ങളിൽ നിന്നായിട്ട് അവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കുറച്ച് നേരത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പരമ്പരാഗതമായിട്ട് വെച്ച് പൂജകളുള്ള ഒരു തറവാട്ടിലെ അംഗമാണ് ഞാൻ ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത്. അവർക്ക് ഏകദേശം ഒരു 60-62 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇവർ വർഷങ്ങളായിട്ട് പൂജിക്കുന്ന ആ അമ്പലത്തിൽ ബ്രഹ്മരക്ഷസ് ഒരു ബ്രാഹ്മണനെ ബ്രഹ്മരക്ഷസത്തിൻ്റെ രൂപത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ പരദേവതാ സങ്കല്പത്തിലുണ്ട്, സർപ്പങ്ങളുണ്ട്, അങ്ങനെ പല ദേവതകളെ അവിടെ കുടിയിരുത്തി ചെയ്യുന്നുണ്ട്. ഇവരുടെ മൂലകുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാണ് ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ച് അത് പുതിയൊരു തലത്തിലേക്ക് നല്ല രീതിയിലൊക്കെ പുതുതായി പുതുക്കി പണിത് അവിടെ വേണ്ട അന്നദാനം, അവിടെ വേണ്ട എല്ലാ പൂജാകർമ്മങ്ങൾക്കുള്ള പണമെല്ലാം മുടക്കുന്നത് ഈ സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവർ പൂജിക്കുന്ന ഈ പരദേവതകളും ഈ ബ്രഹ്മരക്ഷസും എപ്പോഴും ഇവർക്ക് തുണയായിട്ടുണ്ടെന്നുള്ളൂ, അനുഗ്രഹമായിട്ടുണ്ടാവും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നത്, അവരുടെ കൂടെ അവരെ പരിചരിക്കുന്ന 2 വീട്ടിലെ വേലകൾ ചെയ്യുന്ന 2 സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. തമിഴ് ആൾക്കാരാണ്, തമിഴരാണ്. അവർ രണ്ടുപേരും ഈ ആളുമാണ് എൻ്റെ അടുത്തുള്ളത്. ഓൺലൈനിലും മകളും മകനും. അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, ഇവരുടെ മകളിൽ ഇവർ പൂജയുടെ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന 400 വർഷം മുമ്പ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണന്റെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. കറക്റ്റ് ഒരു ബ്രാഹ്മണൻ, ഒരു നമ്പൂരി അവർ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അതിശയകരമായിട്ട് തോന്നി. ഇതൊന്ന് നേരിട്ട് കാണുന്നു. ആ സ്ത്രീ ബ്രാഹ്മണരെ പോലെ സംസാരിക്കും. അവർ സംസാരിക്കാറുണ്ട്, അവരുടെ മകളും. ഇവർ രണ്ടുപേരുമാണ് ആ വീട്ടിൽ ഇത് പൂർണ്ണമായിട്ടും അനുഭവങ്ങളുള്ളവർ. ഈ അനുഭവമുള്ളവർ അവരാണ് ഈ പൂജാതി കർമ്മങ്ങൾ കൂടുതലും ഇത് നടത്തുന്നതൊക്കെ, ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ. അപ്പോൾ ഈ സ്ത്രീ മകളിൽ ഈ ബ്രഹ്മരക്ഷസ് കയറി വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അതായത് ഇതിന് പരിഹാരം കിട്ടുന്ന ഒരാൾ ഞാനാണെന്ന് അവർ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. എന്തൊരു വീഡിയോ കാണുകയുണ്ട് ഈ പെൺകുട്ടി. അതിനുശേഷമാണ് ബ്രഹ്മരക്ഷസ് അവരിലൂടെ ചെന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് വരണം, വേറൊരു സ്ഥലത്തൊന്നും ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇത് അവിശ്വസനീയമായിട്ട് ആൾക്കാർ തോന്നാം. ഞാനിത് മേക്ക് ബിലീഫ് ചെയ്യുന്നതോ ഒരു കഥയോ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവരെൻ്റെ അടുത്ത് വരികയാണ്. അവരെൻ്റെ അടുത്ത് വന്ന് ഏകദേശം 1 മണിക്കൂർ തികയുന്നതിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് ഞാൻ ഇതിനൊരു പരിഹാരം കാണണമല്ലോ. ഇതൊക്കെയാണോ? അപ്പോൾ കരിങ്കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് കരിങ്കുട്ടിച്ചാത്തൻ്റെ ഉപദ്രവം അത് വേറൊരു ആള് പറഞ്ഞയച്ചിരിക്കുന്നതാണ് ഇവർക്കെതിരെ. ഇവർ നല്ല രീതിയിൽ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതും ഈ ക്ഷേത്രം നല്ല രീതിയിൽ പരിപാലിക്കുന്നതും ഒന്നും ഇഷ്ടമില്ലാത്ത
അവരുടെ തന്നെ ഒരു അയൽവാസി തന്നെ ചെയ്യുന്ന കാര്യമായിട്ടാണ് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം, അതാണോ എന്ന് അറിയണം. കാരണം പലയിടത്തും ചെന്നപ്പോൾ അങ്ങനെ തെളിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണോ എന്ന് അറിയണം. ഇനി ശരിയാണെങ്കിൽ അതിനെ ഒഴിവാക്കി തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ കരിങ്കുട്ടിച്ചാത്തൻ അവർ വന്നു എന്ന് എങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ട്, തെളിവുകൾ വേണമല്ലോ. അവർ പറയുന്നത് അവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ താനേ ബെല്ലടിക്കുക, കോളിംഗ് ബെല്ലടിക്കുക. രാത്രി എഴുന്നേറ്റിട്ട് നിങ്ങൾ വാഷ്റൂമിൽ പോകൂ എന്ന് പറയുക. അത് വൃത്തിയായിട്ട ലാംഗ്വേജിലാണ്, ഞാൻ ആ ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കാത്തതാണ്. എന്നിട്ട് അവർ പോയിട്ട് രാത്രി 1:30 മണിക്കും 2:30 മണിക്കൊക്കെ നല്ല ഉറക്കത്തിലുണ്ടായിരുന്ന ഒരാളെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നീ പോയിട്ട് വാഷ്റൂമിൽ പോവുക എന്നൊക്കെ പറയുക. അപ്പോൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് കിടക്കുക, പിന്നെ ഉറക്കം നശിക്കുക. പലപ്പോഴും ഇവർക്ക് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ലക്ക് ഫാക്ടറിനെ ഭയങ്കരമായിട്ട് മറച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ മകൾക്കും അനുഭവങ്ങളുണ്ട്. ലക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, അവർ വിദേശത്താണ്, ആ വിദേശത്ത് PR റെഡി ആവുന്നതിന് തടസ്സങ്ങളോട് തടസ്സം. എന്നാൽ ശരിക്കും നിയമപരമായിട്ട് ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ഒരു തടസ്സമില്ല. മാത്രമല്ല അവർ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ വെറുതെ ചൂടാവുക അവിടുത്തെ അധികൃതർ, വിദേശികൾ. അപ്പോൾ അവർക്ക് PR കിട്ടാൻ താമസം, അങ്ങനെ ഓരോന്നും ബ്ലോക്കേജാണ് ഇവരുടെ ലൈഫിൽ. കരിയറിലാണെങ്കിലും ഓരോ കല്യാണം നടക്കാൻ താമസം വന്നു, അങ്ങനെ പലതും. ആ കല്യാണം നടക്കാൻ താമസം വന്നപ്പോഴും ഈ ബ്രഹ്മരക്ഷസ് പറഞ്ഞു വേറൊരാൾ വന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ജാതിപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കുകയും ചെയ്തു പറഞ്ഞ പ്രായത്തിൽ തന്നെ. ബ്രഹ്മരക്ഷസ് പറയുന്നതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബ്രഹ്മരക്ഷസ് പറഞ്ഞു, എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ തന്നെ വന്ന് കാണണമെന്ന് അവരോട് പറയുകയാണ്. അങ്ങനെ ഈ അമ്മ വന്ന് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അവരെ ഇരുന്ന് ഇളകാൻ തുടങ്ങി, ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി ശരീരം. അതിഭീകരമായ രീതിയിലൊന്നുമല്ല കേട്ടോ. സാധാരണഗതിയിൽ ഇതിനു മുമ്പൊക്കെ വന്ന അതിഭീകരമായ രീതിയിലാണെങ്കിൽ ഇത് വളരെ മൈൽഡായിട്ടുള്ള ഒരു ശരീരത്തിനുണ്ടാകുന്ന ഒരു ഷെയ്ക്കിങ്. ആ ഷെയ്ക്ക് ചെയ്തുകൊണ്ട് അവരിരുന്ന് കണ്ണുകൾ മറഞ്ഞു പോകുന്നുണ്ട്, പെട്ടെന്ന് മേലോട്ട് മറഞ്ഞു പോകുന്നുണ്ട്. ചുവന്ന നിറം മാത്രമേ കാണുന്നുള്ളൂ, പിന്നെ വെള്ള നിറവും മാത്രമേ കാണുന്നുള്ളൂ. കൃഷ്ണമണികളൊക്കെ മേലോട്ടാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് അവർ ആ ട്രാൻസിലേക്ക് പോകുന്ന ഉടനെ എന്നോട് പറയുകയാണ്, ഞാൻ ബ്രഹ്മരക്ഷസാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇവരുടെ ആ പൂജ ഇപ്പം നടക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, ആ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവർക്ക് എപ്പോഴും തുണയാണ്. എന്നാൽ എനിക്കും എൻ്റെ പരദേവകൾക്കും ഇപ്പോൾ ഇവിടെ സമാധാനമായി കുടിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ ചാത്തന്മാരെ അയച്ചുകൊണ്ട് എൻ്റെ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് കേട്ടോ എന്നോട് പറയാം. അപ്പോൾ എൻ്റെ റൂമിലാണല്ലോ ആ സ്ത്രീയിലൂടെയാണ് പറയുന്നത്. പക്ഷെ ആ സ്ത്രീക്ക് ഇതൊന്നും ആ സമയത്തൊന്നും അറിയുന്നില്ല. അവർ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നേരെ ഇരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുമില്ല, ഒന്നുമില്ല, കണ്ണിങ്ങനെ മറയുന്നു, സംസാരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇത് കണ്ടതിന് തെളിവുണ്ട് കേട്ടോ. 2 തമിഴ് സ്ത്രീകൾ അവരുടെ കൂടെ വന്ന വേലക്കാർ അതിന് സാക്ഷിയാണ്. ഞാനിത് പറയുമ്പോൾ 2 സാക്ഷിയെങ്കിലും വേണമല്ലോ, അതുണ്ടായിരുന്നു ഭാഗ്യത്തിന്. ഇവർ ഒറ്റയ്ക്കാണ് വന്നെങ്കിൽ സാക്ഷികളില്ല. മാത്രമല്ല ഇവരുടെ മകനും മകളും വിദേശത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്, വാട്സപ്പ് കോളിലായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ പറഞ്ഞു ഇവിടെ പരിഹാരം ഉണ്ട് ഇതിന്. ശരിക്കും ഒരു നമ്പൂതിരി സംസാരിക്കുന്ന പോലെയാണ്. ഇവിടെ ഇതിന് പരിഹാരം ഉണ്ട് കേട്ടോ. എന്നോട് അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണം, എങ്കിലേ ഞങ്ങൾക്ക് കുടിയിരിക്കാൻ പറ്റുള്ളൂ. എന്താ ഇപ്പം ചെയ്യുക, നിങ്ങൾ സഹായിക്കില്ലേ? ഞാൻ അഭ്യർത്ഥന കേട്ടോ. അധികം നേരം നിങ്ങളുടെ ഈ ഇടത്ത് എനിക്ക് നിലനിൽക്കാനുള്ള അനുവാദം ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഒന്ന് സഹായിക്കുക, എൻ്റെ അഭ്യർത്ഥനയായിട്ട് കൂട്ടിക്കോളൂ. ഈ ബ്രഹ്മരക്ഷ ഇവരിലൂടെ സംസാരിക്കുക. ഞാൻ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ മിണ്ടാതെ, ഒരക്ഷരം ഉരിയാടാതെ മിണ്ടാതെ ഞാനിതെല്ലാം കേട്ടിരുന്നു. വളരെ അത്ഭുതകരമായ അനുഭവമാണ്. ഇപ്പോൾ ഈ വർഷം വന്നതെല്ലാം തന്നെ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആളുകൾ വളരെ അവിശ്വസനീയമായിട്ട് തോന്നായത് സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഇവർ ചാത്തൻ്റെ ശല്യമുണ്ട്, ഇവർക്കെതിരെ പലരും പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിയെ ഒന്ന് ഇതിൽ നിന്ന് വിമോചിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു നമ്പൂതിരിക്കാരനവർ തൻ്റെ മകൾക്ക് വേണ്ടി യാചിക്കുന്ന ഭാവത്തിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർ ഓൺലൈനിൽ ഞാൻ അവരെ പരിചയപ്പെട്ടു, സംസാരിച്ചു. ഇവരുടെ മകളെയും മകനെയൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ചു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് പരിഹാരം കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ ഉപദ്രവം ഉണ്ടോ നോക്കട്ടെ, എന്നാൽ ഞാനൊരു ചലഞ്ചായിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ തന്നെ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവർ വീണ്ടും ഇവരെ വേഷം മാറുക, പിന്നെ ഇവരെ ശബ്ദം മാറുക, പിന്നെ ഇവരുടെ ശബ്ദം മുഖത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പലതും ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങി. കവിളിൻ്റെ ഈ ഭാഗം, കവിളിൻ്റെ ഈ കീഴ്ത്താടി ഒക്കെ തന്നെ ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ പശ വെച്ച് ഒട്ടിച്ച പോലെയാണ് പിന്നീട് ഇവർ ചുണ്ടിരിക്കുന്നത്. ചുണ്ടിങ്ങനെ പിടിച്ചിട്ടാണ് പിന്നെ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരിങ്കുട്ടിച്ചാത്തനാണ്. അപ്പോൾ വളരെ പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. എൻ്റെ റൂമിൽ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതിന് കൺസൾട്ടേഷൻ റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹീലിംഗ് റൂമാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതെല്ലാം അവിടെ തന്നെയാണ്.
അവിടെ പിന്നെ ഓൾട്ടറിൽ നമ്മുടെ ഗുരുക്കന്മാരുണ്ട്, എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ടായിരിക്കണം. പിന്നെ നേരത്തേക്ക് ചില ചോദ്യങ്ങൾ വന്നു, കുരിശിനെയൊക്കെ ഇത് പേടിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഞാനത് പരീക്ഷിച്ചു, ഇതിലും പരീക്ഷിച്ചു. ഏഞ്ചൽസ്, കുരിശ്, ഇതിനൊക്കെ തന്നെ ഇത് പേടിക്കുന്നുണ്ട്. ചാത്തന്മാരും പേടിക്കും. എല്ലാത്തിലും ഉപരി എന്നിലിരിക്കുന്ന ഒരു പവറുണ്ട് ദൈവികമായ, അതിനെയാണ് അത് പേടിക്കുന്നത്. ഒരു സ്പിരിച്വൽ പവറുണ്ട്, അതിനെയാണ് അതിലുപരി ഇത് പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇവർ ഉപദ്രവിക്കുന്നത്? ഞാൻ സ്വയം ചെയ്തതല്ല. അതല്ല, ഇങ്ങനെ പോസ് ചെയ്താണ് സംസാരിക്കുന്നത്. അവർക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, പേടിച്ചരണ്ട് സംസാരിക്കില്ലേ, അതുപോലെയാണ്. അപ്പോഴും ഇവർ കണ്ണ് മറിഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ മേലോട്ടും മറിഞ്ഞിരിക്കുകയാണ്. അവരിങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ള അവർക്കൊന്നും ഓർമ്മയില്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവരെ നശിപ്പിക്കാനായിട്ട് ഇന്ന കുടുംബക്കാർ, അവരുടെ പേരടക്കം പറഞ്ഞു. ഇവരെന്നോട് സംശയം പറഞ്ഞിരുന്ന അതേ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഒരു കുടുംബത്തിൻ്റെ പേര് പറഞ്ഞു, മൂല കുടുംബമാണ്, ആ കുടുംബത്തിൽ നിന്നാണ് ഇവർക്ക് ഈ ഉപദ്രവം ഉള്ളത് എന്ന് പറയാണ്. അത് ഇവർക്ക് അറിയാമായിരുന്നു, ഈ കുടുംബം? അവർക്ക് അറിയാം, സംശയമുണ്ട് അവർക്ക്. കാരണം ഈ അമ്പലത്തിൽ ഊണ് കൊടുക്കുമ്പോഴും ഈ സദ്യ കൊടുക്കുമ്പോഴും എല്ലാം തന്നെ ഇവരെ വിളിച്ചാൽ ഇവർ മാത്രം ഒഴിച്ച് ബാക്കി ആ ദേശത്തെ ആൾക്കാരെല്ലാം ചെല്ലും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോട് എന്തോ എന്താണെന്നറിയില്ല, ഒരു ആജന്മ വൈരാഗ്യമോ ദേഷ്യമോ ഉള്ള പോലെയാണ് ആ കുടുംബക്കാർ അവരോട് ഇടപെടുന്നതെന്നാണ് പറയുന്നത്. എനിവേ അവരെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, ഇവളുടെ ചെരുപ്പിനടിയിലെ മണ്ണ് പോലും എടുക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. ആര്? അപ്പോൾ ആരാന്ന് ചോദിച്ചു. എന്നെ പറഞ്ഞു വിട്ടവർ എന്ന് പറയാണ്. എന്നിട്ട് നീ എടുത്തോന്ന് ചോദിച്ചു. അതിനെനിക്ക് സാധിച്ചില്ല എന്നും ഈ ചാത്തൻ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇരുന്ന ഇരിപ്പിലൊക്കെ നമ്മുടെ മുമ്പിൽ ഇത് സാധനം അവതരിച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ പറഞ്ഞു, ഇനി നിനക്ക് ഈ ശരീരത്തിൽ നിലനിൽപ്പില്ല കേട്ടോ, ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പേടിയോടുകൂടി പറയാണ്, ഞാൻ പോയിക്കോളാം. ഞാൻ പറഞ്ഞു, എന്നാൽ പോയിക്കോ. ഇല്ല, 108 കെട്ടുകളുണ്ട്, അത് അഴിക്കണം എന്ന് പറഞ്ഞു. 108 കെട്ടുകൾ. ഞാൻ പറഞ്ഞു, എന്ത് 108 കെട്ടാവുള്ളേ? ഇവിടെ 108 കെട്ടൊന്നുമില്ല. ഞാൻ കമാൻഡ് ചെയ്യും, ഞാൻ കൽപ്പിക്കും, നീ പോകണം, അതേ ഇവിടെ നടപ്പുള്ളൂ, അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ പരിപാടിയൊന്നുമില്ല. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, 108 മന്ത്രം ചൊല്ലിയാൽ മതി, എൻ്റെ മന്ത്രം ചൊല്ലാൻ. അപ്പോൾ എനിക്കറിയാം 108 മന്ത്രം ഈ കുട്ടിച്ചാത്തൻ്റെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ കൂടെ ഇരിക്കാം. അതാ പറഞ്ഞത്, നമ്മളെ പലപ്പോഴും തെറ്റിക്കാൻ ശ്രമിക്കും. ഇപ്പം ഞാൻ ആ പോലീസുകാരനെ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഹീൽ ചെയ്ത സമയത്തും ഇത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ പ്രീണിപ്പെടുത്താൻ ശ്രമിക്കും, പേടിപ്പിടിക്കാൻ നോക്കും. പക്ഷെ ഇവിടെ പേടിച്ചരണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് മേൽക്കൈ ഉണ്ട് ഇവിടെ. മറ്റേതല്ല, ആദ്യം പേടിപ്പിക്കാൻ നോക്കിയിരുന്നു. ഇതാണെങ്കിൽ ഡിഫറൻറ്റാണ്. ഇവിടെ പേടിച്ചരണ്ടായിരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ഉന്തിക്കൊടുത്താൽ മതി, അവൻ പോയിക്കോളും എന്നുള്ള ലെവലിലായിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ഇനി നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഈ ശരീരത്തിൽ നിനക്ക് സ്ഥാനമില്ല. 108 തവണ മന്ത്രം ജപിച്ചിടും. ഞാൻ മണ്ടനൊന്നുമല്ല, നിന്റെ മന്ത്രം ജപിക്കാൻ അത്ര മണ്ടനല്ല ഞാൻ. അതുകൊണ്ട് മന്ത്രമൊന്നുമില്ല, ഞാൻ കൽപ്പിക്കും, നീ പോയിക്കോണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പേടി കൂടിയതിന് പറഞ്ഞു, അയ്യോ ഞാൻ പോയിക്കോളാം, എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞു, ഉപദ്രവിക്കുകയല്ല, ഞാനിവിടെ തരുന്ന ശക്തി നിനക്ക് നിലനിൽക്കാൻ പറ്റാത്ത ശക്തിയാണ്. അതുകൊണ്ട് ഇവിടെ ഈ വക പരിപാടികളൊന്നും നടക്കില്ല, വിട്ടേച്ച് പോവും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ പോവാം ഇങ്ങനെ ഇരുന്ന് പോകാനൊരു ബുദ്ധിമുട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുരിശെടുത്ത് നെറ്റിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ, അയ്യോ ഞാൻ പോയിക്കോളാവേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുമ്പോൾ അവർ കണ്ണൊക്കെ നേരെയായി, ആ ശരീരം ഷിവർ ചെയ്യുന്നത് നിന്നു, നോർമലായി, കണ്ണു തുറന്നു. അവർക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ കേട്ടോ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് സാറേ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞൂലേ എന്ന് അവർ ചോദിക്കുകയാണ്. അവരൊരു കോവിലകത്തെ സ്ത്രീയാണ് ശരിക്കും. അങ്ങനെ ഇത് ഒഴിഞ്ഞു പോവുകയാണ്. ഇത് ലൈവായിട്ട് അവരുടെ മകനും മകളും കാണുകയാണ്. ലൈവായിട്ട് അവരുടെ വേലക്കാർ 2 പേര് തമിഴന്മാർ അവരിരുന്നും കാണുകയാണ്. വേലക്കാരികളാണ്, സ്ത്രീകളാണ് 2 പേര്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ ഇന്നത്തെ കാലത്ത്? പലരും ചോദിക്കും, ഇപ്പോൾ കമൻറ്റ് തന്നെ വരും, 21-ാം നൂറ്റാണ്ടിൽ ഇത് പറയാൻ ഇവനെന്താ ഭ്രാന്താണോ, ഇവനാദ്യം കറണ്ട് കൊടുക്കണം തലയ്ക്ക് എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾക്ക് കാണാൻ പറ്റാത്തതോ നമുക്ക് സെൻസ് ചെയ്യാത്തതോ ആയ കാര്യങ്ങൾ ഈ ലോകത്തില്ല എന്ന് പറയുന്ന മണ്ടത്തരമാണ്. കാരണം മനുഷ്യനെ മാനസിക വിഭ്രാന്തി ആയിക്കൂടെ? അല്ല, മാനസിക വിഭ്രാന്തി അല്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ നോർമലായിട്ടിരിക്കുമ്പോൾ എന്നെ കാല് തൊട്ട് വന്നിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്രയും എന്നോട് ബഹുമാനത്തിൽ വളരെ ശാന്തയായ ഒരു സ്ത്രീ, വളരെ ശാന്തമായിട്ട്. ഇത് അവരുടെ മകൾക്കുണ്ട് ഈ ഉപദ്രവം, മനസ്സിലായോ? ഒരാൾക്കല്ല, അവരുടെ വീട്ടിൽ 3 പേരെയും ബാധിച്ചേക്കാണത്. പിന്നീട് അത് ബാധിച്ചോ? ഇല്ല, അതിനുശേഷം പിന്നെ അവർ കുഴപ്പമില്ല എന്നാണ് ഇന്ന് വരെ എനിക്കറിവുള്ളത്. അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യും, എനിക്കറിയാം. ഇന്ന് വരെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള തലത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവർ വിളിക്കും, പ്രശ്നങ്ങളുണ്ട്. കാരണം 24-ാം തീയതി ഡേറ്റ് കൊടുത്തപ്പോൾ അന്ന് തന്നെ വരാൻ, അയ്യോ കുറച്ചും കൂടി നേരത്തെ തരുമോ എന്ന് പറഞ്ഞ് ധൃതി കൂട്ടിയതാണ് അവർ, മനസ്സിലായോ? വരാനായിട്ട് തടസ്സങ്ങളും ഉണ്ടായെന്ന് അവർ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ അതിജീവിച്ചവർ വന്നു. 2 തവണ അവരുടെ തന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ റിവേഴ്സ് എടുക്കുമ്പോൾ ഇവർ വണ്ടിയുടെ അടിയിൽ പോകാൻ പോയി.
തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക, റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി വന്ന് ഇടിക്കാൻ പോവുക, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇവരെ, അതായത് ഈ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന കക്ഷി ഇവരിലൂടെ വന്നപ്പോൾ പറഞ്ഞതാണ്, ഇവരെ മുച്ചൂടും നശിപ്പിക്കുക, ഇവരുടെ കുടുംബം നശിപ്പിക്കുക, ഇവരുടെ വംശപരമ്പരയെ നശിപ്പിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന ആൾക്കാർ എന്നെ പറഞ്ഞു വിട്ടേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞാൻ നോക്കിയപ്പോൾ ഇവർ ഈ പറയുന്ന ആൾക്കാർ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, ഇവർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് ഇവർക്ക് പലതവണ തെളിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനുഷ്യർ വിശ്വസിക്കുകയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചാത്തൻ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു വർഗത്തിന് എതിരായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ പേടിക്കുന്ന ഒരു ശക്തി, ഒരു ദൈവികമായ ശക്തി എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പാരാസൈക്കോളജിസ്റ്റുകൾ പോലും പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഏഞ്ചൽ ഹീലിംഗ് പോസിബിൾ അല്ല. അത് ഒരുപക്ഷെ ഒരു സഭയുടെ തലത്തിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ സംസാരിച്ചെന്നിരിക്കാം. ഞാനൊരു സഭയുടെയും വക്താവല്ല, ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ അടുത്ത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇന്ന് കാലത്തും കൂടി ഒരാൾ വന്നിട്ട് ഉപദേശികളാണ്, ബൈബിൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കഴിഞ്ഞ ദിവസം കൂടി ഒരു കരിങ്കുട്ടിച്ചാത്തനെ ഒഴിപ്പിച്ച് വിട്ടതേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നിയപ്പോൾ ഓക്കെ സാറേ എന്ന് പറഞ്ഞിട്ട് അവർ പോയി. കാരണം ഇയാളോട് ഇനി ചെവിയിൽ ഓതിയിട്ട് കാര്യമില്ലല്ലോ, അനുഭവസ്ഥരെ കൂടുതൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ഉപദേശികൾക്കും അറിയാം. ഞാൻ പറയുന്നത് പല സിമറ്റിക് മതങ്ങളും പഠിപ്പിക്കുന്നത് ഇപ്പോൾ കുർബാന കൂടുക, അതുപോലെ തന്നെ ഓസ്തി കഴിക്കുക, അതാണല്ലോ കുർബാന കൈക്കൊള്ളുക, പിന്നെന്താണ് കുംഭസാരം നടത്തുക, ഇതൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ഒഴിയാതെ ആൾക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? കൃത്യമായി കുർബാന കൂടുകയും കൃത്യമായി ഓസ്തി ഭക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഈ കൊടുക്കുന്ന വൈദികന് വിശുദ്ധി ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അത് കൊടുക്കുന്ന വൈദികന് ശക്തി ഉണ്ടെങ്കിൽ സംഭവിക്കും. അതല്ലെങ്കിൽ എന്താ? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്ത് ഒരു വീട്ടിൽ 40 തവണ ക്ഷുദ്രം ചെയ്യപ്പെട്ടത്, അതിൽ 4 കുരിശുണ്ടായിരുന്നു. അപ്പോൾ കുരിശിനറിയോ ഇതെന്താന്ന്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ലോഹം, കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോഹത്തിൽ നമ്മൾ വിളക്കി ചേർത്തുണ്ടാക്കിയ ഒരു രൂപമാണ്. ഈ ലോഹത്തിന് അറിയില്ലല്ലോ ഇതിലുള്ള ശക്തി എന്താണെന്നൊന്നും. ഇതിൽ നെഗറ്റീവ് ശക്തിയും കൊടുക്കാം, പോസിറ്റീവ് ശക്തിയും കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ശക്തി. സാത്താനിക് വേർഷനിൽ വർഷിപ്പ് നടത്തുന്ന ആൾക്കാരും കുരിശ് തല വെച്ചിട്ടാണ് വർഷിപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സാധാരണ ക്രിസ്ത്യാനിറ്റിയിൽ വരുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ ഒരു പവറല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ സാറ്റാനിക് വേർഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കുരിശ് എന്ന് പറയുന്നത് ഒരു ലോഹം മാത്രമാണ്. ലോഹം നല്ലൊരു ചാലകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോഹത്തെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ധരിക്കുന്ന രക്ഷകൾക്ക് ലോഹം കൊടുക്കാൻ കാരണം? ഒന്നുകിൽ ചെമ്പിൽ, അല്ലെങ്കിൽ പിച്ചളയിൽ, സ്വർണത്തിൽ ഒക്കെ അല്ലേ, വെള്ളിയിലൊക്കെ അല്ലേ ഇത് കിട്ടുന്നത്. കാരണം ലോഹം നല്ല ചാലകമാണ്. ചാലക ശക്തിയുള്ള ഒന്നിലേക്ക് ഒരു ശക്തിയെ നമുക്ക് സന്നിവേശിപ്പിച്ച് വെക്കാൻ വളരെ എളുപ്പമാണ്. മനസ്സിലായോ? ഒരു തകിട്, ഇതൊക്കെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെറുതെ കുരിശ് കണ്ടാൽ ചേർത്താൻ പോകുമൊന്നുമില്ല. ഒന്ന്, ആ കുരിശ് വെഞ്ചരിച്ചതായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കുരിശ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം കുരിശൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അതൊക്കെ തെറ്റായ ഒരു ധാരണയാണ്. ഇപ്പോൾ ചിലർ പറയും ഇതെല്ലാം വൈദികരുടെ മാത്രം കുത്തകയാണ്. അല്ല, ആത്മീയരായിട്ടുള്ള ഒരുപാട് ബ്രദേഴ്സിനെയൊക്കെ എനിക്കറിയാം, ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാരും ചിലപ്പോൾ രംഗത്ത് വരുന്നില്ല എന്ന് മാത്രമേ പറയില്ല. ഒരു പക്ഷേ അച്ഛന്മാരെക്കാൾ, പള്ളിയിൽ അച്ഛന്മാരെക്കാൾ കൂടുതൽ നല്ല കഴിവുള്ള ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. മനസ്സിലായോ? പള്ളിയിൽ അച്ഛനെ നമ്മൾ പുരോഹിതനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വക്താവായിട്ട്, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കാണുന്നു എന്നുകൊണ്ട് മാത്രമാണ് അവരുടെ അടുത്ത് ചെല്ലുന്നത്. പല അച്ഛന്മാരുടെ അടുത്തും പോയ കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. എന്തിനു വരുന്നു? പലരും ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സാറേ അത് വെഞ്ചരിച്ച് തരൂ, ഞങ്ങൾ വീട്ടിൽ അത് വെതറാനാണെന്ന് പറയും. അവർക്കറിയാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. ഇതിനെ ബന്ധിക്കാൻ പറ്റും. ഇത്തരം ശക്തികളൊക്കെ നമ്മൾ ബന്ധിച്ചിട്ട് ഒരു വീടിനെ നമുക്ക് സംരക്ഷിക്കാനൊക്കെ പറ്റും. അത് നമുക്ക് വിശദമായിട്ട് ഇതിനെ ബന്ധിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഒരു സ്ത്രീയുടെ അനുഭവം പറഞ്ഞില്ലേ, അവരെ വീട് ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ പെട്ടെന്ന് വയലന്റ് ആയതെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ഒക്കെ സത്യമാണ്. അത് ബന്ധിക്കുന്ന സമയത്ത് ആ എൻറ്റിറ്റി പ്രവർത്തിച്ചു, പിന്നീട് അതിന് പോകേണ്ട വന്നു. അതും എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോവുക. അവിടെ എങ്ങനെയാണ് ഉപ്പ് പ്രവർത്തിക്കുന്നത്? ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഉപ്പ് എന്ന് പറയുന്ന ഒരു വസ്തുവിന് നെഗറ്റിവിറ്റിയെ തടുക്കാനുള്ള പ്രത്യേക കഴിവ് പ്രകൃത്യാലേ ഉണ്ട്. അപ്പോൾ ഉപ്പ് ക്രിസ്റ്റൽ ഉപ്പാണെങ്കിൽ, ക്രിസ്റ്റലിനെ പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. ഒരു ക്രിസ്റ്റലിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് അതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുകയാണ് എങ്കിൽ ആ ഉപ്പ് പിന്നീട് ആ രീതിയിലേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാനവിടെ ഏഞ്ചൽ എനർജി, അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി
സന്നിവേശിപ്പിച്ചിട്ടാണ് ആ ഉപ്പ് കൊടുത്തു വിടുന്നതെങ്കിൽ അത് അവിടെ വെഞ്ചിരിച്ച ഉപ്പായിട്ട് കോൺസെൻട്രേറ്റഡ് സോൾട്ടായിട്ട് അത് ആക്ട് ചെയ്യും. ഞാൻ പല വീടുകളിലും അങ്ങനെ തളിക്കാനായിട്ട് വെള്ളവും ചേർത്തിട്ടുമുള്ള ചില ലായനികളുണ്ട്. അതൊരു രഹസ്യമാണ്. അവർ വരുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന വേറൊരു ലായനിയുണ്ട്. അത് തയ്യാറാക്കിയിട്ട് ഒഴിക്കാൻ പറയും. ഏത് തകിട് കിടപ്പുണ്ടെങ്കിലും അത് അവിടെ നിർവീര്യമാവുകയാണ്. ആ ജലം അതിൽ വീഴുമ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം ഊർജ്ജത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ്. നെഗറ്റീവ് ഊർജ്ജത്തിനെതിരെ നല്ല ശക്തിയുള്ള പോസിറ്റീവ് ഊർജ്ജം കൊടുത്താൽ മറ്റേത് നിർവീര്യമാവും. അത് ഉറപ്പാണ്. എനിക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനെ. കഴിഞ്ഞ തവണയും സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ ഈ എന്തോ ഒരു എനർജി, ഇത്തരം നെഗറ്റീവ് ശക്തികൾ പേടിക്കുന്ന ഒരു എനർജി എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് 100 അല്ല 200% ഉറപ്പാണ്. അതുകൊണ്ട് വളരെ കോൺഫിഡൻസോട് കൂടി ഞാനിപ്പോൾ എടുക്കാറുണ്ട് ഇത്തരം കേസുകൾ. ഞാൻ ഇത്തരം കേസുകളുള്ളവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇൻ്റർവ്യൂ നടത്തുന്നത്. ചില സത്യങ്ങൾ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പറഞ്ഞു വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ കാലത്തിന് ശേഷവും ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടിട്ട് വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നവരെ ഹെൽപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഭൂലോകരെല്ലാവരും ഇത്തരം പ്രശ്നമുള്ളവർ എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പറയില്ല. അത് വിധിച്ചവരേ വരുള്ളൂ. എൻ്റെ ആ ഹീലിംഗ് റൂം ഒരു പ്രത്യേക വിശുദ്ധമായ രീതിയിൽ നിൽക്കുന്നൊരു സ്ഥലമാണ്. അതിനുള്ളിലേക്ക് കയറണമെങ്കിൽ ഒരു യോഗവും യോഗ്യതയും വേണം. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിലൂടെ സൗഖ്യമാവേണ്ടവർ മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ നമ്മൾ വിളിക്കുന്ന കേസുകളെല്ലാം എടുത്താൽ ചിലപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് കാശുണ്ടാക്കാം, പക്ഷേ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ തന്നെ ഹീൽ ചെയ്ത പലരും പറയാറില്ല എന്നെ ഇത് ബാധിച്ചു, ഹീലിംഗ് നിർത്താൻ പോവുകയാണെന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? അവർക്ക് സംരക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ്. സംരക്ഷണം കൊണ്ട് പവർഫുള്ളാണെങ്കിൽ ഏത് എൻറ്റിറ്റിയെ നമുക്ക് നേരിടാൻ പറ്റും. അതിനുള്ള കരുത്തും വേണം, അതിനുള്ള പവറും നമ്മിൽ വേണം. ഇപ്പം ഞാൻ പറയുന്നില്ല ഈ ജന്മത്തിൽ ഞാൻ തപസ് ചെയ്തുണ്ടാക്കിയാണ് ഇതെല്ലാം എന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല. ഏതെല്ലാം മുജ്ജന്മങ്ങളിൽ നിന്നുള്ള സുഹൃതവും അതിൽ നിന്ന് കിട്ടിയ വരവും എല്ലാം തന്നെ ഈ ജന്മത്തിൽ താനെ പ്രവർത്തിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജന്മത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വൈദികനാണോന്നൊക്കെ ആഗ്രഹിച്ചിട്ട് വേണ്ട എന്ന് വെക്കാൻ കാരണം പൊളിറ്റിക്സ് കണ്ടിട്ടാണ്. കാരണം എല്ലാ സഭകളിലും പൊളിറ്റിക്സും ഉണ്ട്. ഞാൻ പൊളിറ്റിക്സിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല. എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് മനുഷ്യനായിട്ട് ഒരു ആത്മീയനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ആ ലൈഫ് വളരെ സംതൃപ്തമായിട്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ ഒഴിവുള്ള ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 4 കേസ് ഞാൻ എടുക്കും ഒരു ദിവസം. അതിൽ കൂടുതൽ എടുക്കില്ല. ഒരാൾക്ക് ഒരു 2 മണിക്കൂറെങ്കിലും 1.5 മുതൽ 2 മണിക്കൂർ വരെ ഞാൻ കൊടുക്കാറുണ്ട്. ആ സമയം അവർക്ക് വേണ്ടി വിനിയോഗിച്ച് കഴിഞ്ഞാൽ ആ 4 കേസ് കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം 4 പേരെ സഹായിക്കാൻ സാധിച്ചു. അതൊരു പുണ്യകർമ്മമല്ലേ. പലയിടത്തും പോയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ മുടക്കിയിട്ട് വന്ന ആൾക്കാരാണ് എൻ്റെ അടുത്ത് ആ മുമ്പിൽ വന്നിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസമാണ്. വളരെ വർഷങ്ങളോളം അവരനുഭവിച്ചിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് അവിടെ വരുന്നത്.